ഹലോ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ മോൻ രാവിലെ കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണേ. അപ്പോൾ മോന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് മാത്രമേ കൊടുത്തു വിടാറുള്ളൂ. ഉച്ചയ്ക്കുള്ളതൊക്കെ അവിടെ ക്യാൻറ്റീനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പുട്ടും പഴമൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചോറും കറികളല്ല വെക്കുന്നത്. ഇന്നിപ്പോൾ ചെമ്മീൻ റൈസാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്ക് ഒരാഗ്രഹം, ഇന്ന് ചെമ്മീൻ റൈസ് കഴിച്ചാൽ മതി, അതുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരണം, അതിന് വേണ്ടുന്ന ഐറ്റംസൊക്കെ ചിലതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ അവർ രണ്ടുപേരും കൂടെ പോയി ചെമ്മീൻ വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സൈക്കിളിൽ രണ്ടുപേരും കൂടെ പോയത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ അരി വേകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ മസാല പുരട്ടി ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് മുഴുവനും തന്നെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. നമുക്കുള്ളത് വെച്ചിട്ട് ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെമ്മീനും അധികം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ദേ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചീനച്ചട്ടിയിൽ തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്കിട്ട് ആദ്യം ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അത്യാവശ്യം സവോള അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്രേവി അത്യാവശ്യമാണ്. ഒരു കുറുകിയ ഗ്രേവി ആയിരിക്കണം നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ. ഒരുപാട് ലൂസായി പോകേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു നന്നായിട്ടൊന്ന് തിക്കായി വരണം. അപ്പോൾ അതിലേക്ക് 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള റൈസ് ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ റൈസിലേക്ക് 1 ക്യാരറ്റ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 2 ഗ്രാമ്പൂ, 2 ഏലക്ക, കറുവപ്പട്ട. അപ്പോൾ ഇത്രയും അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം റൈസ് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ അടുപ്പിൽ ഞാൻ സവോളയും കൂടെ റോസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിലേക്ക് 1 തക്കാളിയും കൂടെ അരിഞ്ഞ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചോറ് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റണം. അപ്പോൾ ഇന്ന് പാചകം ഞങ്ങൾ 3 പേരും കൂടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതുപോലുള്ള സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ചോറും കറികളും വെക്കുന്ന പോലെ അല്ലല്ലോ. സ്പെഷ്യലായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം കൂടെ കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ സഹായിക്കാൻ ആളും ഉണ്ടാവും. അപ്പോൾ നമുക്കിത് അരിഞ്ഞു തരാനും അതുപോലെ തന്നെ ഇതുപോലെ അടപ്പയിരിക്കുന്നതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആളുണ്ടാകും. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ആകുമ്പോൾ പെട്ടെന്നല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഒരു സ്ട്രെയിനർ എടുത്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടേ. അപ്പം മുഴുവനും നമുക്ക് ആ ചോറ് ഊറ്റിയെടുക്കണം. അപ്പോൾ മക്കൾ രണ്ടുപേരും അവിടെ കച്ചമ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പപ്പടം വറുക്കണം. അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പാട്ട് വെച്ചിട്ട് നിന്നുകൊണ്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നത്. പാട്ട് നമുക്ക് ഇതുപോലെ കോപ്പിറൈറ്റ് അടിക്കുമല്ലോ, അതുകൊണ്ടാണ് അതൊന്നും കേൾപ്പിക്കാൻ പറ്റാത്തത്, അറിയാമല്ലോ. അപ്പോൾ നമുക്ക് പാട്ടും കേട്ടിട്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാൻ എന്ത് രസമല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങളെപ്പോഴും ഇങ്ങനെ അടുക്കള സ്പീക്കർ കൊണ്ടൊന്ന് വയ്ക്കും. എന്നിട്ട് ഓരോ പാട്ടുകളൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ഇട്ടിട്ട് എനിക്ക് മലയാളം മെലഡി സോങ്ങൊക്കെ ഇഷ്ടം. പക്ഷേ മക്കൾ രണ്ടുപേരും ഹിന്ദി പാട്ടേ വെക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയൊക്കെ വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പാചകമൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ തമാശകളും ഒക്കെ പറഞ്ഞിട്ടാണ് അടുക്കളയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അതിൽ അഭിനയിച്ചവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ പാട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ പരസ്പരം പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഓരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കും. അപ്പോൾ ജോലി കഴിയുന്നത് അറിയത്തുമില്ല. നല്ല രസമായിരിക്കും. ഒറ്റയ്ക്ക് ഒരാൾ നിന്ന് ജോലി ചെയ്യണേക്കാളും നല്ല ഇടയ്ക്ക് നമുക്ക് സഹായിക്കാൻ 1-2 പേരൊക്കെ അടുക്കളയുണ്ടെങ്കിൽ ഒരു രസമല്ലേ. അങ്ങനെ നമ്മുടെ ചോറെല്ലാം ഞാനിവിടെ സ്ട്രെയിനറിലേക്ക് കോരി വെച്ച് കേട്ടോ. അപ്പോൾ അതിൽ കിടന്ന ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട ഇതൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഇടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ റൈസ് ഇത് കഴിക്കുന്ന സമയത്ത് കടിക്കും. അപ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല, ഗ്രാമ്പൂ ഒക്കെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ സവോളയെല്ലാം വഴന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു ശകലം വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കുന്നില്ല, ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം ഒഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിരിക്കുന്നത്.
ഇപ്പോൾ ശരിക്കും ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ലൂസ് പരുവായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മസാലയെല്ലാം പിടിച്ചിട്ട് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഉപ്പും എല്ലാം കറക്റ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പപ്പടവും കൂടെ വറുത്തെടുക്കാൻ പോയി. ഇപ്പോൾ കച്ചമ്പർ മക്കളോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോൻ കൊച്ചിയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഞങ്ങളെ ഉള്ളു കഴിക്കാൻ. അപ്പോൾ മോനുള്ളതെടുത്ത് വെച്ചേക്കും. വൈകിട്ട് വരുമ്പോഴാണ് ഇനി അത് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് കൊടുക്കണം. ചെമ്മീൻ റൈസ്, അതുപോലെ തന്നെ മുട്ട റൈസ്, ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ അടുത്ത് കാണിക്കാതിരുന്നത്. അപ്പോൾ ദേ നമ്മുടെ പപ്പടവും കൂടെ ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടേ. ഞാനിവിടെ പപ്പടം വറുത്തുകൊണ്ടിരുന്നപ്പം അവരവിടെ നിന്ന് എന്തൊക്കെയോ തമാശകൾ പറയുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് സംസാരിച്ചതേ. അപ്പോൾ അതേ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതേ നമ്മുടെ റൈസ് ഇവിടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ കൂട്ടില്ലേ, ഫ്രൈ ചെയ്ത് റോസ്റ്റാക്കി എടുത്തിട്ടുള്ള കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലായിടവും ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സാക്കാം. അപ്പോൾ ഞാനിത് ചെയ്യുമ്പം ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുക്കുട്ടിയാണേ. പിന്നെ മോൻ വരുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്തൊരു ബൗളിലെടുത്ത് വയ്ക്കുന്നുണ്ട്. വൈകുന്നേരം ചൂടാക്കി കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഉള്ളത് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചപ്പോൾ അതേ മക്കൾക്കുള്ളത് 2 പേർക്ക് ഞാൻ ആദ്യമേ വിളമ്പി കൊടുക്കണം കേട്ടോ. അപ്പോൾ അവരൊരു വിശന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട്, ശരിക്കും ഇഷ്ടപ്പെട്ട്, നല്ല സൂപ്പറാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതാണല്ലോ നമുക്കും വേണ്ടതല്ലേ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണം നല്ലതാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം അല്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അച്ചാറില്ലായിരുന്നു, അച്ചാർ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്ത് സിറ്റ് ഔട്ടിൽ പോയി കുറേ സമയം ഇരുന്ന്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഈരിക്കെട്ടാൻ വേണ്ടിയിട്ട് പോയിരുന്നതാണേ. അപ്പോൾ കുളിച്ച് തോർത്തിട്ട് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അഴിച്ചിട്ട് കഴിഞ്ഞിട്ട് മുടി ചീക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് പുറത്ത് പോയിരുന്നു മുടിയൊക്കെ ഈരി പിന്നി കെട്ടാമെന്ന്. അങ്ങനെ ഞാൻ മുടിയൊക്കെ പിന്നിയിട്ട് കൊടുത്ത്. അപ്പോൾ അതേ ഒരാൾ ഇവിടെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ഇളയ ആൾ ഇവിടെ ഇരുന്നുകൊണ്ട് പഠിക്കുന്നുണ്ട്, എക്സാമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.